നമ്മുടെ ബേഡ്സ് ഇടുന്ന എഗ്ഗ് നല്ല എഗ്ഗാണോ അതോ പന്ന എഗ്ഗാണോ എന്ന് എങ്ങനെയാണ് നോക്കുന്നതെന്ന് ഞാൻ ഈ വീഡിയോക്കകത്ത് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ബേഡ്സിനെ വളർത്തുന്നവരൊക്കെ ഒന്ന് കണ്ടു നോക്കിയോ, ഉപകാരപ്പെടും. ഫസ്റ്റ് ഒരു ടോർച്ച് എടുത്ത് ഇല്ലെങ്കിൽ ഒരു മൊബൈലിൻ്റെ വെട്ടത്തിൽ ഇങ്ങനെ എഗ്ഗ് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് റെഡായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് രണ്ടാമതൊരു എഗ്ഗ് എടുത്തതാണ്. ഇതിനകത്തും പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ഇത് മൂന്നാമതെടുത്ത എഗ്ഗാണ്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നല്ല രീതിക്ക് റെഡ് ആയിട്ടുണ്ട് എഗ്ഗ്. അതുമാത്രമല്ല നല്ല രീതിക്ക് ഞരമ്പ് ഓടിയിട്ടുള്ളത് കാണാൻ പറ്റും. ഇങ്ങനെ ഞരമ്പ് ഓടിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ജീവനായിട്ടുണ്ടെന്നാണ് അർത്ഥം. നമ്മൾ നാലാമത്തെ എഗ്ഗ് എടുത്ത് ചെക്ക് ചെയ്തപ്പം അതിനകത്തും പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. നമ്മൾ ബേഡ്സിൻ്റെ എഗ്ഗ് ഇതുപോലെ ചെക്ക് ചെയ്യുമ്പം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമേ നോക്കാവുള്ളൂ. ഇല്ലെങ്കിൽ ഇതുപോലൊന്നും കാണാൻ പറ്റത്തില്ല. എഗ്ഗ് പ്ലെയിൻ ആയിട്ടിരിക്കും. ഇത് രണ്ടാമത്തെ ബ്രീഡിംഗ് ബോക്സിനകത്തെയാണ്. ഇതിനകത്ത് നല്ല രീതിക്ക് തന്നെ റെഡ് ആയിട്ടിരിക്കുന്ന കാണാൻ പറ്റും. ഞരമ്പും കാണാൻ പറ്റും. ഇതിനകത്തും ജീവനുള്ളതാണ്. അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാവേ. ഇതിനകത്ത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ചെറുതായിട്ട് റെഡായിട്ട് വരുന്നുണ്ട്. ഞരമ്പുകൾ തെളിഞ്ഞ് വരുന്നേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഒരാഴ്ച കഴിഞ്ഞാലേ കറക്റ്റായിട്ട് തെളിഞ്ഞ് കാണാൻ പറ്റത്തുള്ളൂ. അല്ലേ പതിയെ തെളിഞ്ഞ് വരത്തേ ഉള്ളൂ. ഇതൊന്നും വിരിയാത്ത എഗ്ഗുകളല്ല കേട്ടോ. ഇതിനകത്ത് ഒരെണ്ണേ പോയിട്ടുള്ളൂ. ഈ ലാസ്റ്റ് കാണിക്കുന്ന ഒരെണ്ണേ പോയിട്ടുള്ളൂ. ബാക്കി എല്ലാ എഗ്ഗും ഒരാഴ്ച ആവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിനകത്ത് ബ്ലഡൊന്നും ഇല്ലാത്തത്. നിങ്ങൾ ബേഡ്സിനെ വളർത്തുവാണെങ്കിലും ഇതുപോലെ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്ത് നോക്കിയതിന് ശേഷമേ എഗ്ഗ് എടുത്ത് കളയാവുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.